അങ്ങനെ നമ്മുടെ അട്ടപ്പാടി ചുരം തുടങ്ങാണ് ഗായ്സ്. പ്രിയപ്പെട്ട ഗായ്സ്, അതെ കണ്ടോ റോഡ് ഗംഭീരാണ് ട്ടാ. മക്കളെ റോഡല്ലത്, ഇത് റോഡല്ല, ഇത് കാടാണ്. അതെ കണ്ടോ റോഡിന്റെ കോലം കണ്ടോ? കണ്ട കണ്ടോ? അങ്ങനെ ഞാനും അമ്മണിയും കൂടെ കോയമ്പത്തൂരിലേക്കുള്ള യാത്രയാണ് ഗായ്സ്. റോഡൊക്കെ വളരെ മോശമാണ് ഗായ്സ്. നമ്മള് 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് എത്ര മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് അറിയില്ല ഗായ്സ്. അമ്മണി എന്താണ് അമ്മണി ഗായ്സിനോട് പറയാനുള്ളത്? അറിയൂലേ? പ്രിയപ്പെട്ട ഗായ്സ്, ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾ കാണുന്നില്ലേ ഗായ്സ്? എന്തെങ്കിലുമൊക്കെ പറ മണി നമ്മുടെ ഗായ്സിനോട്. ഗായ്സ് ഇവിടെ കുറെ ആളുകൾ കൂടി നിൽക്കുന്നു ഗായ്സ്. ഒരു വണ്ടി കേട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഗായ്സ്. ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ട് ടമ്മണി. വേണ്ട ഒരു അമ്പൂറ്റിയുടെ അമ്പലം ആനമൂളി അയ്യപ്പ ക്ഷേത്രമാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മുടെ ചെക്ക് പോസ്റ്റ് വരികയാണ്. ആടുമ്പേള് അങ്ങനെയാണ് ആടുമ്പ കറിയ, ഇങ്ങനെയല്ലേ കറിയ? മക്കളെ ചെക്ക് പോസ്റ്റ് ആണ്. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ ചെക്ക് പോസ്റ്റ് ആണ്. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റും കടന്ന് നമ്മൾ അഗളി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന ബോർഡ് സ്വാഗത ബോർഡ് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ചുരം കയറി തുടങ്ങുകയാണ്. അട്ടപ്പാടി ചുരം എന്ന് പറയുന്നത് പ്രകൃതി രമണീയമായ ചുരമാണ് അമ്മണി, ചുരം. യെസ്, ഹലോ ഗായ്സ്, ഇത് കണ്ടോ? ഇത്രയും ഗാംഭീര്യമുള്ള ഒരു ചുരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗായ്സ്? അമ്മിണി കണ്ടിട്ടുണ്ട്. അമ്മിണി ഇത് കൂടെ കുറെ പോയിട്ടുണ്ടല്ലേ? നമ്മൾ കോയമ്പത്തൂരൊക്കെ ഇടയ്ക്ക് പോണതല്ലേ ഗായ്സ്? കണ്ട റോഡിനിരുവശവും ഫോറസ്റ്റിലെ വെട്ടിക്കുട്ടിയ മരങ്ങൾ, കാടെല്ലാം നശിപ്പിച്ച മനുഷ്യന്റെ കൈ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം മനുഷ്യൻ നശിപ്പിച്ചിരിക്കുന്നു. നിബിഡവനമായിരുന്ന ഈ സ്ഥലമൊക്കെ മരങ്ങളൊക്കെ വെട്ടിമുറിച്ചിട്ടിരിക്കുന്നു ഗായ്സ്. ചുരത്തിന്റെ മനോഹാരിത തകർക്കുന്ന മനുഷ്യനാണ് ഗായ്സ്. പുലിയാനെ കണ്ട് സൈലന്റ് വാലിയോട് ചേർന്ന് നിൽക്കുന്ന ഫോറസ്റ്റ് ആണ് ഗായ്സ് ഇത്. അട്ടപ്പാടി ചുരം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ആ ചുരത്തിന്റെ മനോഹാരിതയിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ആ യാത്രയുടെ ഭംഗി ക്യാമറയിൽ പകർത്തുന്ന നമ്മുടെ കഷ്ടപ്പാടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഗായ്സ്? അമ്മണി ചോദിക്കമ്മണി. നല്ല രസമുള്ള സീനറികൾ. സന്ധ്യയോടടുത്ത നേരത്ത് സായം സന്ധ്യയിൽ അട്ടപ്പാടി ചുരത്തിലൂടെ നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള സീനറികൾ കാണുന്നില്ലേ ഗായ്സ്? പ്രിയപ്പെട്ട ഗായ്സ്, നമ്മൾ ചുരത്തിന്റെ ഹെയർ പിന്നുകളിലൂടെ നമ്മള് വലിയ കുട്ടി അതിസാഹസികമായിട്ട് നമ്മൾ ഹെയർ പിൻ വളവുകൾ ഇങ്ങനെ ഒടിഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞ് പൊളഞ്ഞ് പോവുകയാണ് ഗായ്സ്. ഹലോ ഗായ്സ്, കാണുന്നില്ലേ നിങ്ങൾ?
കണ്ടില്ലേ അട്ടപ്പാടി ചുരത്തിന്റെ മനോഹാരിത നിങ്ങൾ കണ്ടില്ലേ ഗായ്സ്? കാണുന്നില്ലേ നിങ്ങൾ? ആനയും പുലിയും കരടിയും സിംഹവും ഒന്നുമില്ല ഗായ്സ് ഇവിടെ. ഉണ്ടോ? അമ്മണി കണ്ടിട്ടുണ്ടായിരുന്നോ പുലിനെയൊക്കെ? ആ, ഈ ഫോറസ്റ്റിൽ കണ്ടിട്ടുണ്ടോ? അമ്മണി പുലിയെയും സിംഹത്തെയും കാട്ടാനയെയും കണ്ടിട്ടുണ്ടെന്നാണ് ഗായ്സ് പറയുന്നത്. ആനയെയും പാമ്പിനെയും കണ്ടിട്ടുണ്ടെന്നാണ് ഗായ്സ് അമ്മണി പറയുന്നത്. അട്ടപ്പാടി ചുരത്തിൽ മദ്യം കടത്തുന്ന ആളുകളെ പിടികൂടാൻ ഒരു എക്സൈസ് വണ്ടി ആ ഇടതുവശത്തുണ്ടായിരുന്നു ഗായ്സ്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഗായ്സ്? പോലീസ് അല്ല അമ്മണി, അത് എക്സൈസുകാർ. കള്ളുടിച്ചിട്ട് ആരെങ്കിലും വണ്ടി ഓടിക്കണ്ടോ നോക്കാൻ വേണ്ടിട്ട് എക്സൈസ് കാർ. അട്ടപ്പാടി ഒരു മദ്യനിരോധിത മേഖലയാണ് ഗായ്സ്. അതുകൊണ്ടാണ് ചുരത്തിൽ ചെക്കിങ് അതിശക്തമായിട്ട് നമ്മുടെ പിണറായി രാജാവിന്റെ സൈന്യം നടപ്പിലാക്കുന്നത് ഗായ്സ്. ഇതാണ് അടുത്തൊരു ഹെയർ പിന്നിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു ഗായ്സ്. ചുരത്തിന്റെ ഹെയർ പിന്നുകളിലൂടെ നമ്മൾ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞും തിരിഞ്ഞും അപകടകരമായിട്ടുള്ള യാത്ര, അതിസാഹസികമായിട്ടുള്ള യാത്ര, വളരെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ നമ്മൾ തുടരുകയാണ് ഗായ്സ്. മണ്ണാർക്കാട് നിന്നും കോയമ്പത്തൂർ വരെയുള്ള നമ്മുടെ യാത്രയിൽ അട്ടപ്പാടി ചുരത്തിന്റെ ശോചനീയ അവസ്ഥ കൂടി നിങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുകയാണ് ഗായ്സ്. രാത്രി ആയിട്ടില്ല അമ്മണി, രാത്രിയാവാനായി. ചുരത്തിരട്ട് നിബിഡ വനത്തിന്റെ നടുവിലൂടെയുള്ള റോട്ടിൽ ചുരത്തിന്റെ പല ഭാഗങ്ങളിലും ഇരുട്ട് പതിയെ പതിയെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു ഗായ്സ്. അമ്മണി പറയുന്നു പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി അമ്മണി പറയുന്നു പാമ്പുണ്ടാവുമെന്ന് അമ്മണി പറയുന്നു. മൂർക്കം പാമ്പൊക്കെ ഉണ്ടാവുമെന്ന് അമ്മണി പറയുന്നു. റോഡ് വളരെ മോശമല്ലേ അമ്മണി? ഇത്ര സ്പീഡിലല്ലേ പോവാൻ പറ്റുള്ളൂ. ഇനിയും സ്പീഡിൽ പോയാൽ ഈ പൊട്ട റോഡിലൂടെ നമ്മൾ കുത്തിമറിഞ്ഞ് ചുരത്തിന്റെ അപ്പുറത്ത് വീണ് കിടക്കില്ലേ അമ്മണി? ഗായ്സ്, വീണ്ടും ഒരു ഹെയർ പിൻ വന്നിരിക്കുന്നു ഗായ്സ്. മണ്ണിടിഞ്ഞ് റോഡ് തടസ്സപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഗായ്സ് ഇത്. ചെറിയ ചെറിയ കാട്ടരുവികൾ റോഡിന് കുറുകെ ഒഴുകുന്ന സുന്ദര കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് ഗായ്സ് ഇവിടെ ഞങ്ങൾ പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗായ്സ്. ഇതാ വീണ്ടും വളവുകൾ, തിരിവുകൾ, മറിവുകൾ ഗായ്സ്. കണ്ടോ, മരങ്ങളൊക്കെ മുറിച്ച് വിലങ്ങിട്ട് മുറിച്ചിട്ടിരിക്കുന്നു ഗായ്സ്. വീണ്ടും വളവുകൾ. അമ്മണി ഉറങ്ങരുത്, ചുരത്തിന്റെ ഭംഗി കാണണം അമ്മിണി. എന്ത് രസം, സൂപ്പർ. പ്രിയപ്പെട്ടവരെ, ചുരത്തിലെ വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇനി വെള്ളച്ചാട്ടത്തിന്റെ സ്ഥലമാണ് വരുന്നത് ഗായ്സ്. വെള്ളമില്ലാത്ത വെള്ളച്ചാട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗായ്സ്? നല്ല മഴ പെയ്യുമ്പോൾ വലിയ പാറക്കൂട്ടത്തിന് മുകളിൽ നിന്ന് വെള്ളം ധാരയായി ഇങ്ങനെ ഒഴുകുന്ന ദൃശ്യമുണ്ടല്ലോ ഗായ്സ്. അതിന്റെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ നല്ല മഴയുള്ള സമയത്തായിരിക്കണം നമ്മൾ അട്ടപ്പാടി ചുരം കയറേണ്ടത്. പാലക്കാട് അട്ടപ്പാടി ചുരത്തിന്റെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ നല്ല മഴയത്ത് വേണം നമ്മൾ കയറാൻ. ഇപ്പൊ മഴയില്ലാത്തത് കൊണ്ട് ഭംഗി കുറച്ച് കുറയും ഗായ്സ്. ഗായ്സ്, നിങ്ങൾ ക്ഷമിക്കണം ഗായ്സ്. അത് സാധാ വെള്ളം ഗ്ലാസ്സിൽ ചെളി പറ്റിയതുകൊണ്ടേ, ഗ്ലാസ്സിൽ ചെളി പറ്റുമ്പോൾ നമ്മൾ ക്യാമറ ക്ലിയർ കിട്ടില്ലല്ലോ. അപ്പം നമ്മൾ വണ്ടിയിൽ
വെള്ളം സ്പ്രേ ചെയ്യാനുള്ളതുണ്ട്. അങ്ങനെ സ്പ്രേ ചെയ്യുമ്പോഴാണ് വെള്ളം. എന്ത് കണ്ടോ ഗൈസ്, ഇവിടെയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റോഡ് ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്നത്. അവിടെയൊക്കെ കല്ല് വെച്ച് കെട്ടി ഇരുമ്പ് നെറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ആഴ്ചകളോളം ഗതാഗതം മുടങ്ങിയിരുന്നു. ഇവിടെ മണ്ണ്, വലിയ വലിയ മണ്ണ് ചുരം ഇടിഞ്ഞ് വീണ്ടും വളവ് വന്നിരിക്കുന്നു. അതെ, വളവ് നമ്മൾ വിജയകരമായി വളഞ്ഞിരിക്കുന്നു മക്കളെ. ഇതാണ് നമ്മുടെ അട്ടപ്പാടി ചുരം. ചുരം ഇറങ്ങി വരുന്ന വണ്ടികളും ചുരം കേറിപ്പോകുന്ന വണ്ടികളും. അതെ അതെ ഗായ്സ്, ഒരു സ്കൂട്ടറുകാർ നമ്മുടെ മുമ്പിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന അമ്മണി. വാഹനം ഓടിക്കുന്നതിന് സഹോദരിയാണെന്ന് തോന്നുന്നു ഗായ്സ്. ചുരത്തിന്റെ ഗായ്സ് വീണ്ടും നമ്മൾ വളവ് പുളവുകൾ തിരിവുകൾ. അമ്മിണി വീഴാൻ പോയി ഗായ്സ്. പിടിച്ചു നിൽക്കണം അമ്മിണി. യെസ്, അല്ലെങ്കിൽ ഇനിയും വീഴാൻ പോവും. മുറുക്കി പിടിച്ചോണേ. അതെ ഗായ്സ്, നമ്മുടെ അട്ടപ്പാടി ചുരത്തിന്റെ പകുതി കഴിഞ്ഞു ഗായ്സ്. ഇനിയും കുറച്ച് വളവും തിരിവും കഴിഞ്ഞാൽ ചുരം കടന്ന് സൈലന്റ് വാലി ഭാഗത്തെത്തും ഗായ്സ്. ഇവിടെ ആരോ എന്തോ ഗൂഢ ഉദ്ദേശത്തോടെ വണ്ടി നിർത്തിയിട്ടുണ്ടല്ലോ ഗായ്സ്. മിക്കവാറും പട്രോളിങ്ങിന് വരുന്ന പോലീസുകാർ അവരെ പൊക്കും അല്ലേ മണി? ചുരത്തിൽ ഇങ്ങനെ വണ്ടി നിർത്താൻ പാടില്ല എന്ന് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും അവർ വണ്ടി നിർത്തുകയാണ് മണി. അപ്പൊ പിന്നെ അവരെ പോലീസ് പിടിക്കണ്ടേ? ഇതാണ് വരുന്നു പോലീസ് പട്ടാളം. അതെ ഗായ്സ്, ചുരത്തിന്റെ അഗാധമായ ഇരുട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെന്ന് ആരും കരുതരുത് ഗായ്സ്. 5 മണി ആയിട്ടുള്ളൂ, ഇരുട്ട് ഇപ്പോഴൊന്നും വരില്ല ഗായ്സ്. അമ്മണി ഉറങ്ങാനായി എന്ന് തോന്നുന്നു. ഉറങ്ങരുത്. ചുരത്തിന്റെ ഭംഗി കാണണ്ടേ? മുറുക്കി പിടിച്ചു നിന്നോണം. ചുരമിറങ്ങി വരുന്ന വണ്ടികൾ, തമിഴ്നാട്ടിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന ആളുകൾ. അങ്ങനെ വീണ്ടും വലിയൊരു വളവിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഗായ്സ്. വളവ് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി. വളവ് തിരിഞ്ഞ് വണ്ടി കയറി വന്നു ഗായ്സ്. അടുത്തത് വീണ്ടും വളവുകളുടെ കൂമ്പാരം. കാലാവസ്ഥ AC ആവശ്യമില്ലാത്ത കാലാവസ്ഥ, തണുപ്പിന്റെ അന്തരീക്ഷം. ഇവിടേക്കാണ് ഗായ്സ് മഴക്കാലം. മഴ നന്നായിട്ട് പെയ്തു കഴിഞ്ഞാൽ ഇവിടേക്ക് നല്ല വെള്ളച്ചാട്ടം പോലെ ഈ പാറയിൽ നിന്നൊക്കെ വെള്ളം വീഴും. അപ്പൊ മഴ കുറവായത് കൊണ്ട് വെള്ളം വീഴുന്നത് കാണാൻ വഴിയില്ല ഗായ്സ്. ക്ഷമിക്കണം ഗായ്സ്. അതെ, അങ്ങനെ വീണ്ടും നമ്മൾ വളവ് തിരിഞ്ഞു കേറുന്നു. അമ്മണി പിടിച്ചെന്നോണം. അതെ ഗായ്സ്, വീണ്ടും നമ്മൾ വളവിലേക്ക് വന്നിരിക്കുന്നു. ഇതാണ് ഗൈസ്, ഇവിടെയൊക്കെ ചോലകൾ കണ്ടോ ഗൈസ്? ചെറിയ ചെറിയ ചോലകൾ, ഗംഭീര വെള്ളം, ഐസ് വാട്ടർ പോലെ തണുപ്പുള്ള വളരെ കുളിർമയുള്ള വെള്ളം. ഇവിടേക്ക് ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഗൈസ്. ചില ദിവസങ്ങളിൽ ഇവിടേക്ക് ആനയെ കണ്ടിട്ടുണ്ട് ഗൈസ്. പകലും. അമ്മണി ചോദിക്കുകയാണ് രാത്രിയാണോന്ന്. ഇതാണ് ഗൈസ് വെള്ളച്ചാട്ടം കണ്ടോ ഗൈസ്? നല്ല മഴയുള്ളപ്പോൾ സൂപ്പർ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഈ പാറയിലൂടെ ഇങ്ങനെ വെള്ളം സൂപ്പറായിട്ട് ചാടും. മഴയില്ലാത്തത് കൊണ്ട് ചെറിയ രീതിയിലേ വെള്ളമുള്ളൂ. സൂപ്പർ രസമായിട്ടുള്ള കാഴ്ചയായിരുന്നു. പക്ഷെ മഴയില്ലാത്തത് കൊണ്ട് രക്ഷയില്ല ഗായ്സ്.
ഇനി മറ്റൊരു ദിവസം നല്ല മഴയുള്ള സമയത്ത് നമുക്ക് വരാല്ലേ മണി? എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, ഫോട്ടോഷൂട്ട് നടത്തണം, കുളിക്കണം. വീണ്ടും ഇതുപോലത്തെ ഒരു വാട്ടർഫോൾ കൂടെ ഗൈസ്. ഇവിടെ നല്ല മഴ പെയ്ത ഇഷ്ടംപോലെ വെള്ളം വരും. സൂപ്പർ ദൃശ്യങ്ങളായിരിക്കും. കുറച്ച് 2-3 ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഗൈസ്. മഴയില്ലാത്തത് നന്നായി ഗൈസ്. അതുകൊണ്ട് നമുക്കിത് കൃത്യമായിട്ട് വീഡിയോ പകർത്താൻ പറ്റുന്നുണ്ട്. മഴ പെയ്താൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ പകർത്താൻ പറ്റില്ലല്ലോ. അടുത്തത് ഇതുപോലെ വെള്ളച്ചാട്ടം കാണുന്ന ഒരു സ്ഥലം കൂടിയാണിത്. പക്ഷെ മഴയില്ലാത്തത് കൊണ്ട് ഇവിടെ ഒന്നും വെള്ളമില്ല. മഴയില്ലാത്ത അന്തരീക്ഷത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ട് ചുരത്തിന്റെ ഭംഗി നിങ്ങൾക്ക് കാണാം ഗായ്സ്. അമ്മണി പിടിച്ചു നിന്നോണം. ഒരു കാലത്തും നന്നാക്കാത്ത ഒരു റോഡ് കൂടിയാണ് ഗായ്സ് ഈ റോഡ്. എത്രയോ വർഷങ്ങളായി ഈ റോഡ് ഇങ്ങനെ പൊളിഞ്ഞ് തിരഞ്ഞെടുപ്പ് ആവുമ്പോൾ മാത്രം റോഡില് പാച്ച് വർക്ക് നടത്തും. അത്തരത്തിൽ പാച്ച് വർക്ക് നടത്തി ഈ റോഡ് നിറയെ കണ്ടം വെച്ച കോട്ട് പോലെയാണ് ഗായ്സ് ഈ റോഡ്. കണ്ടം വെച്ച കോട്ട് എന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ ഗായ്സ്? ആ പേര് പോലെയാണ് ഗായ്സ് ഇവിടത്തെ റോഡ്. നിറയെ കട്ടിങ് കണ്ടം വെച്ച് തയ്ച്ച പോലെയുള്ള റോഡാണ് ഗായ്സ് ഇത്. പ്രിയപ്പെട്ട ഗായ്സ്, നിങ്ങൾ മനസ്സിലാക്കണം ഗായ്സ്. വീണ്ടും ഒരു അപകടകരമായിട്ടുള്ള ടേണിങ് ഗായ്സ്. ഇവിടെയൊക്കെ KSRTC ബസ് വരുമ്പോൾ 1-2 തവണ റിവേഴ്സ് ഒക്കെ എടുത്തിട്ടാണ് ഗായ്സ് ഇവിടെ തിരിക്കാറ്. അത്ര വലിയ വളവാണ് ഗായ്സ്. വളവ് കൂടുതലും ഇവിടെ വെക്കാം. വളവ് കൂടുതലും വീതി കുറവുമാണ് ഗായ്സ് ഈ റോഡിന്. അതുകൊണ്ട് തന്നെ ബസ്സും ചരക്ക് ലോറികളും ഒക്കെ ഇതിലൂടെ വരുമ്പോൾ എത്ര ദുഷ്കരമായിട്ടാണ് ഇത് ഓടിക്കുക എന്ന് മനസ്സിലാക്കണം ഗായ്സ് നിങ്ങൾ, പ്രിയപ്പെട്ട ഗായ്സ്. ഇതാ വീണ്ടും ചോല. ചെറിയ നമ്മളിനി കുറച്ച് സമയങ്ങൾക്കുള്ളിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടും. അട്ടപ്പാടി ചുരം കാണാം ഗായ്സ് നമ്മൾക്ക്. ഇതാ അട്ടപ്പാടി ചുരത്തിന്റെ മറ്റൊരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ വരുന്നത്. ഈ ബോർഡുകളൊക്കെ വെച്ചതിന്റെ വലതുവശത്ത് ഒരു പുഴ ഒഴുകുന്നുണ്ട് ഗായ്സ്. നിങ്ങൾക്കത് കാണുമോ എന്ന് എനിക്ക് അറിയില്ല ഗായ്സ്. ഞാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ റോങ് സൈഡിലേക്ക് കയറ്റിയതാണ് ഗായ്സ്. ഇത് കണ്ടോ ഗായ്സ്? അതിൻ്റെ ആ ഇടയിൽ ഇവിടെ കണ്ടോ ഗായ്സ്? ഇവിടെയാണ് ഗായ്സ് ഒരു പുഴ, ചെറിയൊരു പുഴയുണ്ട് ഗായ്സ് ഇവിടെ. അത് കാണാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ നിർത്തിയത്. നമുക്കിനി പോവാം. നല്ല രസമാണ് ഗായ്സ് ഇവിടെ. നല്ല വെള്ളം, മഴയുള്ള സമയത്താണെങ്കിൽ ഗംഭീര വെള്ളമായിരിക്കും അതിലൂടെ ഒഴുകി വരിക. അപ്പം നമ്മൾക്ക് റോട്ടിലൂടെ തന്നെ ശരിക്കും കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ മഴ കുറവായത് കൊണ്ട് വെള്ളം കുറവല്ല മണി. നോക്കാം മണി, കോടമഞ്ഞിൻ ഓഹോ ഓഹോ ലല്ലാ. സൂപ്പർ സീനറി അല്ല മണി? നല്ല രസമുള്ള സീനറികൾ. മഞ്ഞാണല്ലോ, മൂടൽ മഞ്ഞ്. ചോലവെള്ളം. ഈ വെള്ളമൊക്കെ ഔഷധ ഗുണമുള്ള ചോലവെള്ളങ്ങളാണ്. റോഡൊക്കെ ആകെ തകർന്നമർന്നിരിക്കുന്നു ഗായ്സ്. ഇനി ഇവിടെ ഫോറസ്റ്റുകാർ ഇവിടെ ചുമർ ചിത്രം വരയ്ക്കുന്ന ആളുകളെ കൊണ്ട് ഇവിടുത്തെ പാറയിൽ ചിത്രം വരപ്പിച്ചൊരു രംഗമുണ്ട് ഗായ്സ്. ഇവിടെ ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കാനൊക്കെ നിർത്തുന്നൊരു സ്പേസാണ് ഗായ്സ്. മുന്നിൽ കാണുന്നില്ലേ, കണ്ടില്ലേ ഗായ്സ്? ഒരു ചിമ്പാൻസിയുടെ ചിത്രം. സൂപ്പർ ചിത്രങ്ങളാണ് ഗായ്സ് ഇവിടെ
കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് വരച്ച് ഫോറസ്റ്റുകാർ ഒരുക്കിയിട്ടുള്ള ദൃശ്യ ഭംഗി. ഇത് അട്ടപ്പാടി ചുരത്തിന്റെ വ്യൂ പോയിന്റ് ആണ് ഗൈസ്. ഇത് വ്യൂ പോയിന്റ് ആണ്. ഇവിടെ വ്യൂ പോയിന്റിലാണ് ഇപ്പൊ നമ്മൾ മങ്കി ഉണ്ടോ? മങ്കികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ കുറെ മങ്കികളുണ്ട് ഗൈസ്. അമ്മണി അതിനെ കണ്ടു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരുപാട് ആളുകള് ഫോട്ടോ എടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് വരാറുണ്ട്. ഇത് ഈ ഒരു സമയമായതുകൊണ്ടാണ് കുറവ്, അല്ലാണ്ടെങ്കിൽ കുറെ ഉണ്ടാവും. സന്ധ്യാസമയമായതുകൊണ്ട് ആളുകൾ കുറവാ. അതേ പ്രിയപ്പെട്ടവരെ, അമ്മണി കുഞ്ഞ് വീഴാൻ പോയി ഗൈസ്. പിടിച്ചാണ് നിക്കണത്, എന്നിട്ടും വീഴാൻ പോയോ? അയ്യോ, ഈ അച്ഛൻ വണ്ടി ഓടിക്കണത് അപ്പൊ ശരിയല്ല അല്ല അമ്മണി? ഗൈസ്, അമ്മണി പറയുന്നു വണ്ടി ഓടിക്കൽ ശരിയല്ല, അതുകൊണ്ടാണ് അമ്മണി വീഴാൻ പോയതെന്ന്. നല്ല വളവുകളും പൊട്ടിപ്പൊളിഞ്ഞ റോഡും ആയതുകൊണ്ടാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ അട്ടപ്പാടി ചുരം, അതിലൂടെയുള്ള യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അതെ, വീണ്ടും നമ്മൾ അഗാധമായ ഫോറസ്റ്റിന് നടുവിലേക്ക് വീണ്ടും നമ്മൾ കുതിച്ചു കയറുകയാണ് ഗൈസ്. 5 മണിയായപ്പോഴേക്കും ഇവിടെ ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു ഗൈസ്. ഇരുട്ടിന്റെ അഗാധമായിട്ടുള്ള നിഗൂഢതകളിലേക്ക് രാത്രിയായ പോലെ തോന്നുന്നു. ഫോറസ്റ്റിനുള്ളിലൂടെയാണ് പൂർണ്ണമായിട്ടും വെളിച്ചം കടന്നു വരാത്ത രീതിയിൽ നിബിഡമായ വനത്തിനുള്ളിലൂടെയാണല്ലോ ഗൈസ് നമ്മുടെ യാത്ര. അമ്മിണി, ഇരുട്ടായല്ലോ. ഇവിടെ ഒന്നും വണ്ടി നിർത്തരുത്, ഇത് കൂടെ എൻട്രി ഇല്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ ആന വരുന്ന സ്ഥലം കൂടിയാണ് ഗൈസ്. അപ്പുറവും ഇപ്പുറവും നിബിഡമായിട്ടുള്ള വനമാണ്. മുകളിൽ റോഡിന്റെ വീതിയിൽ മാത്രം ചെറിയ പ്രകാശം. ഇതൊരു തോടാണ് ഗൈസ്, പുഴ എന്നും വേണമെങ്കിൽ പറയാം. മഴക്കാലത്ത് ഈ റോഡ് ഇവിടെ ബ്ലോക്ക് ആവാറുണ്ട്. അതാ ഒരു മങ്കിച്ചേട്ടൻ ഇരിക്കുന്നുണ്ട് അമ്മണി ഇവിടെ. മങ്കിച്ചേട്ടാ, ഇതൊരു തോടാണ് ഗൈസ്. മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടായിരിക്കും, റോഡൊക്കെ ഇവിടെ ബ്ലോക്ക് ആവാറുണ്ട്. ചെറിയ മഴ പെയ്താൽ തന്നെ പെട്ടെന്ന് വെള്ളം നിറയും. അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് ഇനി മറ്റൊരു ചെക്ക് പോസ്റ്റ് ആവാറായി. അട്ടപ്പാടി ചുരം മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് കയറുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റും ചുരം കഴിയുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റും, 2 ചെക്ക് പോസ്റ്റാണ് ഇവിടെ ഉള്ളത്. രണ്ടാമത്തെ ചെക്ക് പോസ്റ്റിലേക്ക് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ മൊബൈൽ എടുക്കും. നല്ല ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. 5:15 ആയിട്ടുള്ളൂ. പക്ഷെ ഒരു 6:30 മണി 6:45 ആയ പ്രതീതിയാണ്. നല്ല ഇരുട്ടാണ്, മഴക്കാറുണ്ട്. വാഹനങ്ങളൊക്കെ ഹെഡ്ലൈറ്റ് ഇട്ടാണ് ഗൈസ് വരുന്നത്. ഇല്ല, ഹെഡ്ലൈറ്റ് ഇട്ടിട്ടില്ല. അമ്മണി പറയുന്നു നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഇടാണ് ഗൈസ്. അപ്പൊ ഞാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. അമ്മണി പറഞ്ഞാ പിന്നെ നമുക്ക് അപ്പീലില്ലല്ലോ. അടുത്തത് ചെക്ക് പോസ്റ്റ് ആണ് ഗൈസ്. അട്ടപ്പാടി ചുരം ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ചുരത്തിന്റെ ഇറക്കമാണ് വരുന്നത്. ചുരത്തിന്റെ കയറ്റം കഴിഞ്ഞു, ഇനി ചുരത്തിന്റെ ഇറക്ക ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സ്, പ്രിയപ്പെട്ട ഗായ്സ്. യെസ്, അങ്ങനെ അവസാനം നമ്മൾ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റിന്റെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്.
അതെ, നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുന്നു ഗായ്സ്. കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോൾ അട്ടപ്പാടി ചുരം തുടങ്ങുന്നതിന് മുമ്പുള്ള ചെക്ക് പോസ്റ്റാണിത്. മണ്ണാർക്കാട് ആ വഴി വരുമ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇത് നക്സലൈറ്റ് മേഖലയാണ്, നക്സലുകളൊക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഗണ്ണ് ഉപയോഗിക്കുന്ന തോക്കേന്തിയ CRPF ആണോ അതല്ല ആക്ഷൻ ഫോഴ്സിനെ കാണാൻ പറ്റും ഇവിടെ. അങ്ങനെ ചുരം കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. ഇനി ജനവാസ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിന്റെ ലക്ഷണങ്ങളാണ് ഇവിടെ. ആളുകളെയൊക്കെ റോഡ് സൈഡിൽ കണ്ടു തുടങ്ങി. ജനവാസ മേഖലയായി. ചുരം കഴിഞ്ഞു, ഫോറസ്റ്റ് കഴിഞ്ഞു, പ്രകാശം കുറച്ച് കൂടുതലായി. ആംബുലൻസ് പോകുന്നു. ഇവിടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ മണ്ണാർക്കാട് പെരിന്തൽമണ്ണയ്ക്കൊക്കെ പോയിട്ട് വേണം ചുരം കയറി. അത്രയ്ക്കും വികസനമാണ് ഗായ്സ് ഇവിടെ. സർക്കാർ വക ആദിവാസികളും സാധാരണക്കാരും തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്ത് നല്ലൊരു ആശുപത്രി പോലും ഇല്ല ഗായ്സ്. പേരിന് ഒരു ട്രൈബൽ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സംഭവമുണ്ട് കോട്ടത്തറ എന്ന് പറയുന്ന സ്ഥലത്ത്. പക്ഷെ അവിടെ കൃത്യമായ ഉപകരണങ്ങളോ ആവശ്യമായ ഡോക്ടർമാരോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അപകടകരമായുള്ള രോഗമുള്ള ആളുകൾക്കൊക്കെ മണ്ണാർക്കാടും പെരിന്തൽമണ്ണയിലേക്കും ആംബുലൻസിൽ തന്നെ പോയാലേ നടക്കുള്ളൂ ഗായ്സ്. അത്തരത്തിലുള്ള അതിദാരുണമായിട്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് ജനങ്ങൾ, ജീവിതങ്ങൾ ഉള്ള സ്ഥലമാണ് ഈ മണ്ണാർക്കാട്, പാലക്കാട്, അട്ടപ്പാടി ഏരിയ. ഇതാണ് നമ്മുടെ അട്ടപ്പാടി. മധു സാമൂഹ്യ വിരുദ്ധരുടെ ഒരു നേരത്തെ അന്നം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ചവിട്ടിയും അടിച്ചും കൊല്ലപ്പെട്ട മധുവിൻ്റെ നാട് കൂടിയാണ് ഗൈസ് ഈ അട്ടപ്പാടി. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗായിക നഞ്ചിയമ്മയുടെ നാട് കൂടിയാണ് ഗൈസ് ഈ അട്ടപ്പാടി. കേരളത്തിൽ 2 അട്ടപ്പാടി എന്ന് 2 എണ്ണം അറിയപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് വയനാട് അട്ടപ്പാടി, ഒന്ന് പാലക്കാട് അട്ടപ്പാടി. അതിൽ പാലക്കാട് അട്ടപ്പാടിയാണ് മണ്ണാർക്കാട് വഴി. മണ്ണാർക്കാട് കഴിഞ്ഞ് ചുരം കയറി വരുമ്പോൾ ഇതാണ് ഗൈസ് മുക്കാലി എന്ന് പറയുന്ന സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഇവിടെ ഇടതുവശത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു റോഡുണ്ട് ഇവിടെ. ഈ റോഡിലൂടെയാണ് നമ്മുടെ സൈലന്റ് വാലി മലനിരകളിലേക്ക് പോകാനുള്ള വഴിയാണ് ഇടതുവശത്ത് കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ചെറിയ ടൗണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വനം പ്രദേശം പൂർണ്ണമായിട്ട് കഴിഞ്ഞു, ജനവാസ മേഖലയിലേക്ക് വന്നു. ഇനി 2 സൈഡിലും ജനവാസ മേഖലയാണ്. ഇതാണ് അട്ടപ്പാടി ചുരത്തിലൂടെയുള്ള യാത്ര. ഇനി ഈ ചുരം ഇറങ്ങി കഴിഞ്ഞിട്ട് 2-3 സ്ഥലങ്ങൾ ഉണ്ട്, പ്രത്യേകമായിട്ടുള്ള ആരാധനാലയങ്ങളുണ്ട്. അതുകൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഈ യാത്രാ വിവരണം അല്ലെങ്കിൽ ഈ യാത്ര നമുക്ക് അവസാനിപ്പിക്കാം. അതിലാദ്യത്തെ ഒന്ന് നമുക്കറിയാം, ക്രിസ്തുമത വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയം സെഹിയോൻ ധ്യാന കേന്ദ്രം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും. ഈ സെഹിയോൻ ധ്യാന കേന്ദ്രമാണ് ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ വരാനുള്ളത്. അത് കഴിഞ്ഞാൽ കേരളത്തിലെ വളരെ വിരളമായിട്ടുള്ള ആദിവാസി പൂജാരികൾ പൂജിക്കുന്ന ക്ഷേത്രം മല്ലീശ്വര മുടി ക്ഷേത്രം, മല്ലീശ്വര ക്ഷേത്രം, ഭഗവാൻ ശിവന്റെയും പാർവതിയുടെയൊക്കെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം മല്ലീശ്വര ക്ഷേത്രം. ഈ 2 പ്രധാനപ്പെട്ട 2 ആരാധനാലയങ്ങളാണ് അട്ടപ്പാടി ചുരം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. അതിൽ ഇനി നമ്മൾ കാണാൻ പോണത് ആദ്യം ഇതാണ് സെഹിയോൻ ധ്യാന കേന്ദ്രമാണ്. അവിടേക്ക് കുറച്ചുകൂടി ദൂരമുണ്ട് ഗായ്സ്. നിങ്ങൾ ക്ഷമയോടുകൂടി നിൽക്കണം ഗായ്സ്. ബാക്കിലിരുന്ന് എന്നെ പഠിപ്പിക്കുന്നുണ്ട് ഗായ്സ്. ആദ്യം സെഹിയോനല്ല മല്ലീശ്വര മുടിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഗായ്സ്. എന്തായാലും നമുക്ക് പോയി നോക്കാം ഗായ്സ്.
ഏതാദ്യം വന്നാലും നമുക്ക് അത് ആദ്യം കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ കാടിൻ്റെ ഭംഗി, ചുരത്തിൻ്റെ ഭംഗി എല്ലാം കണ്ട് നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. രണ്ട് വശത്തും ജനവാസ മേഖലകൾ, കാർഷിക മേഖലയോട് ചേർന്ന് നിൽക്കുന്ന കർഷക കുടുംബങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള കുഞ്ഞു വീടുകൾ, വലിയ വീടുകൾ, കടമുറികൾ, വലിയ കച്ചവട സ്ഥാപനങ്ങൾ, ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ, കുഞ്ഞു ടൗണുകൾ. ഈ ടൗണിന്റെ പേരാണ് മക്കളെ കക്കുപ്പടി എന്ന് പറയുന്ന ടൗണിലാണ് നമ്മൾ കക്കുപ്പടി എന്ന് പറയുന്ന ടൗണിലൂടെയാണ് നമ്മളിപ്പോൾ എത്തിയത്. ഇതൊക്കെ നമ്മുടെ മണ്ണാർക്കാട് MLA ഷംസുദ്ദീൻ്റെ മണ്ഡലമാണ്, മണ്ണാർക്കാട് മണ്ഡലമാണിത്. ജയിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു MLA, ഒരു വികസനവും നടത്താത്ത ഒരു MLA. ഈ റോഡ് ഏത് കാലം നോക്കിയാലും നരകമായിട്ടുള്ള റോഡ്. എന്നിരുന്നാലും ഇവിടുത്തെ ആളുകൾക്ക് ഷംസുദ്ദീനെ വോട്ട് കുത്തുള്ളൂ. അതുകൊണ്ട് ഷംസുദ്ദീന് കുഴപ്പമില്ല. അങ്ങനെ ഷംസുദ്ദീൻ ഇങ്ങനെ തുടർച്ചയായിട്ട് ലീഗിൻ്റെ ജനപ്രതിനിധികൾ ജയിച്ചു പോകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ആ മണ്ഡലത്തിലെ വളരെ ശോചനീയമായിട്ടുള്ള അട്ടപ്പാടി ചുരമാണ് നമ്മൾ കണ്ടത്. കക്കുപ്പടി LP സ്കൂളൊക്കെയാണ് ഈ വലതുവശത്ത്. അങ്ങനെ കക്കുപ്പടി, അതും കഴിഞ്ഞ് MES മെഡിക്കൽ സെന്റർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ മേലെ കാണുന്നത്. ചെറിയ ഹോസ്പിറ്റലുകൾ, സഭകളുടെ ഹോസ്പിറ്റലുകളും MESന്റെ ചെറിയ ഹോസ്പിറ്റൽ, പിന്നെ വിവേകാനന്ദ അതുമായി ബന്ധപ്പെട്ടുള്ള ഹോസ്പിറ്റലുകൾ, ഇങ്ങനെ നാനാജാതി മതസ്ഥരുടെ പ്രാതിനിധ്യം വിളിച്ചോതുന്ന ആശുപത്രികളും സ്കൂളുകളും സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട് ഗായ്സ്. ഇനി നമ്മൾ ചെമ്മണ്ണൂർ എന്ന് പറയുന്ന സ്ഥലം, അല്ല കൽക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ ചെല്ലുന്നത്. ആനക്കട്ടിയിലേക്ക് 31, അഗളി 15, ജെല്ലിപ്പാറ എന്നൊക്കെയുള്ള ബോർഡ് കണ്ടു. ഇതാണ് കൽക്കണ്ടി എന്ന് പറയുന്ന സ്ഥലം, ടൗണാണ് ഗൈസ്. ഇവിടുത്തെ ചെറിയൊരു ടൗണാണ് ഈ കൽക്കണ്ടി എന്ന് പറയുന്ന ഈ ടൗൺ. അങ്ങനെ കൽക്കണ്ടി ടൗണും നമ്മൾ കഴിഞ്ഞു. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ദൃശ്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടി കാണാൻ നമ്മൾക്ക് ഗ്ലാസ് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് ഗായ്സ്. മുന്നിലൊരു കാറ് കിടന്ന് കളിക്കുകയാണ് ഗായ്സ്, നമുക്ക് സൈഡ് തരുന്നില്ല. പഠിച്ച പണി 18 നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് ഗായ്സ്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് ചാടും ഗായ്സ്. ചെറിയ ഗ്യാപ്പ് ഇല്ല ഗായ്സ്, അദ്ദേഹം റോങ് സൈഡിലൂടെയാണ് എടുക്കുന്നത് ഗായ്സ്. അതുകൊണ്ട് നമ്മൾക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല ഗായ്സ്. യെസ്, ചെറിയൊരു ഗ്യാപ്പ് കാണുന്നു ഗായ്സ്. നമ്മൾ കേറി ഗായ്സ്, നമ്മൾ ഓവർടേക്ക് ചെയ്തു ഗായ്സ്. അമ്മണി വീഴാൻ പോയ അമ്മണി. അങ്ങനെ വീണ്ടും നമ്മൾ ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് കേട്ടോ, അഗളി റേഞ്ച് ഓഫീസ്. നല്ല മഴ വരുന്നുണ്ട്, നല്ല കോടമഞ്ഞ് കാണുന്നുണ്ട്. മലയൊന്നും കാണുന്നില്ല, കോടമഞ്ഞ് മൂടിയിട്ട്. ഇത്ര സുന്ദരമായിട്ടുള്ള പ്രകൃതി രമണീയത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അത്തരത്തിലുള്ളൊരു യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കോടമഞ്ഞുണ്ട്, മഴക്കാറുമുണ്ട്, കോടമഞ്ഞുണ്ട്. 5:30 മണിയായിട്ടുള്ള 5:25. പക്ഷെ അപ്പോഴേക്കും മൂടിപ്പിടിച്ച അന്തരീക്ഷം. ഇതൊക്കെ പൂർണ്ണമായിട്ടും ജനവാസ മേഖലയാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ പാർക്കുന്ന ഏരിയ. പക്ഷെ വികസനം എന്നത് തൊട്ടു തീണ്ടാത്ത, എത്തിപ്പെടാത്ത ഒരു ഏരിയ. ഇനിയാണ് ഗൈസ് നമ്മൾ
നേരത്തെ പറഞ്ഞ 2 തീർത്ഥാടന കേന്ദ്രങ്ങൾ. അതിലൊന്ന് മല്ലീശ്വരമുടി എന്ന് പറയുന്ന ആദിവാസികൾ പൂജിക്കുന്ന കേരളത്തിലെ വിരളമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ഇതിനോട് അടുപ്പിച്ചൊരു പള്ളി, ക്രിസ്ത്യൻ പള്ളിയാണ് ഈ കാണുന്നത്. ക്ഷേത്രം എവിടെയുണ്ടോ അതിനോടൊക്കെ ചേർന്ന് പള്ളികൾ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ ഒരു വിരോധാഭാസം എടുത്ത് പറയേണ്ടതുണ്ട്. എന്തായാലും മല്ലീശ്വരമുടി ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത്. ഇവിടെ ഭഗവാൻ ശിവനും ദേവി പാർവതി ദേവിയും കുടികൊള്ളുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ, ഇതാണ് ക്ഷേത്രം. അപ്പം നമുക്കിനി മുന്നോട്ട് പോകാം. ഇവിടെ വർഷത്തില് ശിവരാത്രി ദിവസം മലയിൽ നിന്ന് ഇടതുവശത്ത് കാണുന്ന വലിയ മലയുണ്ട്, മല്ലീശ്വര മല, അതല്ലെങ്കിൽ മല്ലീശ്വര മുടിയുള്ള മല. ഭഗവാന്റെ ജട കെട്ടി വെച്ച പോലെയുള്ള ഒരു മലയൊക്കെ ഉണ്ട്. ആ മലമുകളിൽ നിന്ന് കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ നിന്ന് മലമ്പൂജാരികൾ, മലയിലുള്ള പൂജാരിമാരെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ നിന്നൊരു സംഘം പുറപ്പെടും. ആ സംഘം അവിടെ ചെന്ന് നമ്മുടെ മകരവിളക്കിന് മലമുകളിൽ തിരി തെളിയുന്ന പോലെ ഇവിടെ 3 തവണ 7 തവണയൊക്കെ ആയിട്ട് ഒരുപാട് തവണ തിരി തെളിയിക്കും ഈ മലമുകളിൽ നിന്ന്. അങ്ങനെ ശിവരാത്രി തലേന്ന് ഇങ്ങനെ പോയി പിറ്റേന്ന് രാവിലെ ശിവരാത്രി വ്രതമൊക്കെ മുറിക്കാൻ വേണ്ടി മുറിച്ച് നിൽക്കുന്ന ആ സമയം, അങ്ങനെ രാവിലെ അവരിവിടെ എത്തും. അങ്ങനെ പിന്നെ അവരിവിടെ വന്നിട്ടാണ് പൂജയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഗംഭീരമായിട്ട് ഉത്സവം കാണേണ്ടത് തന്നെയാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, മല്ലീശ്വരമുടി ക്ഷേത്ര ഐതിഹ്യം എന്നൊക്കെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. എല്ലാം ഗൂഗിളിലുണ്ട്. അങ്ങനെ മല്ലീശ്വരമുടി ക്ഷേത്രത്തിലെ ഗംഭീര ഉത്സവമൊക്കെ ഒരു തവണയെങ്കിലും കാണാൻ കഴിഞ്ഞാൽ അത് ഭയങ്കര പുണ്യാണ്. കാരണം എത്രയോ നാടുകളിൽ നിന്ന് ആളുകൾ വരാറുണ്ട്. കിലോമീറ്റർ കണക്കിന് റോഡ് ബ്ലോക്ക് ആയിരിക്കും ആ സമയത്ത്. ഇവിടെ വാഹനങ്ങളൊക്കെ നമുക്ക് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ ബാക്കിലും മുന്നിലൊക്കെ ആയിട്ട് ഇടാൻ പറ്റുള്ളൂ അമ്പലത്തിൻ്റെ. വേറെ പാർക്കിംഗ് സൈഡൊന്നുമില്ല, റോഡ് സൈഡ് തന്നെയാണ്. പിന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഇപ്പം ഈ തമിഴ് കൾച്ചറായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ അട്ടപ്പാടി. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് വിശ്വാസികൾ അവരുടെ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ആയിട്ട് വലിയ വലിയ വണ്ടികളിൽ, തുറസായ വണ്ടികളിൽ, ലോറി പോലത്തെ വണ്ടികളിലൊക്കെ വന്നിട്ട് ചെണ്ടമേളം, അതല്ലെങ്കിൽ അവരുടെ ആ ഒരു ആസുരിക താളമായിട്ടുള്ള ഡോലക്ക്, അതുപോലെ വലിയ വലിയ ഉപകരണങ്ങളൊക്കെ കൊട്ടി ആഘോഷിച്ച് അവരോട് വരും. തലേന്ന് വരും. അങ്ങനെ പിറ്റേന്ന് മല്ലീശ്വരമുടിയിലെ വിളക്കും കണ്ട് പിറ്റേന്ന് രാവിലെ എല്ലാ മലമ്പൂജാരികളും എത്തി അവരിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിയാണ് എല്ലാവരും തിരിച്ചു പോവുക. അങ്ങനെയാണ് ഇവിടുത്തെ ഐതിഹ്യം ഉള്ളത്. അങ്ങനെ നമ്മൾ മല്ലീശ്വരമുടി ക്ഷേത്രം കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ സെഹിയോൻ ധ്യാന കേന്ദ്രം കൂടിയാണ്. അതിൻ്റെ മുന്നിൽ അതുകൂടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു യാത്രയിലെ പ്രധാനപ്പെട്ട 2 തീർത്ഥാടന കേന്ദ്രം അതും കൂടി കഴിഞ്ഞു. പിന്നെ കോയമ്പത്തൂരിലേക്കുള്ള റോഡ് മാർഗം മാത്രമേ ഉള്ളൂ. അട്ടപ്പാടി ചുരം ഇറങ്ങി വരുന്ന ആളുകൾക്ക് കാണാനുള്ള 2 കാഴ്ചകളാണിത്. ഇനി ഈ ഏരിയ ഏതാണ് ഏരിയ? ഏതാ ഈ രാജ്യം? പാക്കുളം എന്ന് പറയുന്ന റോഡാണ്. പാക്കുളം അങ്ങാടി. പാക്കുളം ടൗണിലൂടെയാണ് നമ്മുടെ രഥം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. പാക്കുളം ടൗണ് കഴിഞ്ഞു. അങ്ങനെ ഏകദേശം നമ്മുടെ ഈ അട്ടപ്പാടി ചുരം വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് സെഹിയോൻ ധ്യാന കേന്ദ്രം കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. സെഹിയോൻ ധ്യാന കേന്ദ്രം എന്ന് എടുത്തെടുത്ത് പറയുന്നത് വെറുതെ അല്ല. കാരണം ആയിരക്കണക്കിന് ആളുകൾ ധ്യാനം കൂടാൻ വേണ്ടി വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് ഭൂഷാദികളിലൊക്കെ വ്യത്യാസത്തോടു കൂടിയിട്ട് ഇവിടെ ധ്യാനം കൂടാൻ വരുന്നൊരു വലിയ കേന്ദ്രമാണ്. നാടിൻ്റെ ഏത് ഭാഗത്തും, ഭാരതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളാണെങ്കിലും ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ നിന്നൊക്കെ ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് ആളുകൾ ഇവിടെ വരാറുണ്ട്. അത് ജാതി മത
ഭേദമന്യേ വരാറുണ്ട്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒരുപോലെ തോളോട് തോൾ ചേർന്ന് നിന്ന് ധ്യാനം കൂടാൻ വരാറുണ്ട്. അത് ഒരു മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കീഴിലാണെങ്കിൽ പോലും അവിടെ ഒരു ജ്ഞാനത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ആ ഒരു സംസ്കാരം, അതിൻ്റെ ഒരു തെളിച്ചയോടെ കാണാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ് ഈ പറയുന്ന സെഹ്യോൻ ധ്യാന കേന്ദ്രം എന്നുള്ളത്. മതപരിവർത്തനത്തിൻ്റെ മറ്റൊരു വേർഷൻ അതിനോട് ചേർന്നുണ്ടെങ്കിൽ പോലും ആ ഒരു തിന്മയുടെ വശം നമുക്ക് മാറ്റിവെക്കാം. നന്മയുടെ വശം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഈ ഒരു വ്ളോഗ്, ഈ ഒരു യാത്രയുടെ സന്തോഷം, യാത്രയുടെ സുഖം നമുക്ക് കളയാതിരിക്കാൻ വേണ്ടിയാണ് മതപരിവർത്തനത്തിൻ്റെ ആ ഭാഗം നമ്മൾ ഒഴിവാക്കുന്നത്. അങ്ങനെ നമ്മൾ സെഹ്യോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്തോട്ട് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയാണിത്, സെന്റ് പീറ്റേഴ്സ് ആശുപത്രിയാണ്. വ്യത്യസ്ത സഭകളുടെ ആശുപത്രികളുണ്ട് ഇവിടെ, സ്കൂളുകളുണ്ട്. സ്കൂളുകളൊക്കെ കൂടുതലും സഭകളുടെ തന്നെയാണ്. ഇവിടുന്ന് ഹയർ സ്റ്റഡീസിനൊക്കെ ആളുകൾ പോകുന്നത് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച്, തമിഴ്നാട് കേന്ദ്രീകരിച്ചൊക്കെയാണ്. യെസ്, അങ്ങനെ നമ്മൾ സെഹ്യോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അവിടെ എത്തി മക്കളെ. ഇതാണ് നമ്മുടെ സെഹ്യോൻ ധ്യാന കേന്ദ്രം എന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ആ സംഭവം. അപ്പം അതുവരെയാണ് നമ്മുടെ യാത്ര. ഇതാണ് സെഹ്യോൻ ധ്യാന കേന്ദ്രം. അപ്പം മാന്യ പ്രേക്ഷകരെ, ഈ ഒരു യാത്രയുടെ വീഡിയോ ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.